മോർണിംഗ് എവരിബഡി. ഇന്ന് നമുക്ക് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് പഠിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നുണ്ട്, അത് അടുത്ത വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Plus H2O gives Fe3O4 plus H2. ഈ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. Fe plus H2O gives Fe3O4 plus H2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, in a reaction mass can neither be created nor be destroyed unless it is a nuclear reaction. Okay, nuclear reaction അല്ലെങ്കിൽ mass can neither be created nor be destroyed. ഇവിടെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ Fe plus H2O gives Fe3O4 plus H2. ഇതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ Fe അതൊരു ബോക്സിലേക്ക് ആക്കുന്നു. കാരണം ഇതിലേക്ക് നമ്മൾ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല, അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. H2O ബോക്സ് ഇട്ടു, goes Fe3O4 ബോക്സിലാക്കാം പ്ലസ് H2. ഇത് നമുക്ക് ഒരു ബോക്സിൽ ആക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ ഗേഴ്സിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈ ആട്ടത്തിന്റെ നമ്പേഴ്സ് എഴുതുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് Fe എടുക്കാം. Feയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHSഉം RHSഉം റൈറ്റ് ഹാൻഡ് സൈഡും നോക്കാം. Feയുടെ ലെഫ്റ്റ് സൈഡില് Feയുടെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, 1. ഓക്കെ, ദെൻ റൈറ്റ് സൈഡിൽ നോക്കൂ, നമ്പർ ഓഫ് ആറ്റംസ് 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഹൈഡ്രജൻ H. ലുക്ക്, ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 2, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡില് 2. Okay, then oxygen O. Left hand side la, look here, 1. Left hand side la 1 and right hand side la 4. Okay, നമ്മൾ പറഞ്ഞ തിയറി അനുസരിച്ചാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി അതിനെ എങ്ങനെ ഈക്വൽ ആക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് ഏറ്റവും കൂടുതലുള്ളത് ഏതിലായിരുന്നു? ഓക്സിജൻ ആയിരുന്നു അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡില് LHSല് 1ഉം RHSല് 4ഉം ആണല്ലോ. LHSല് 1ഉം RHSല് 4. അതുകൊണ്ട് നമുക്ക് ആദ്യം അതിനെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാം. നോക്കൂ, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ പക്ഷെ 1 ഉള്ളൂ. അപ്പൊ പിന്നെ ഇതും കൂടി 4 ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ നമുക്ക് വീണ്ടും ഈ ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതുന്നു. Fe പ്ലസ് ഇവിടെ നമുക്ക് ഈ 4 ഇവിടെ കൊടുക്കാം, 4H2O. അതായത് ഇവിടെ നമുക്ക് ഒരു വാട്ടർ മോളിക്യൂളേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ വന്നപ്പോ അത് 4 വാട്ടർ മോളിക്യൂൾ ആയിട്ട് നമ്മൾ മാറ്റി. ഇനി Fe3O4. അപ്പൊ ഇവിടെ ഈ O കറക്റ്റ് ആയി. ഇവിടെയും 4 ഓക്സിജൻ, ഇവിടെയും 4 ഓക്സിജൻ വന്നു. വാട്ടർ മോളിക്യൂൾസിൽ 4 ഓക്സിജൻ വന്നു. പ്ലസ് ഇവിടെ നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ 4 ആഡ് ചെയ്തപ്പോൾ ഹൈഡ്രജൻ എത്രയായി? 4 × 2 8 ആയി. പക്ഷെ ഇവിടെയോ, ഇവിടെ നമുക്ക് 2 ഉള്ളൂ. അപ്പൊ പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 4 കൊടുത്തു നോക്കൂ.
ഇവിടെ ഒരു 4 കൊടുത്ത് H2 ഇട്ട് നോക്കൂ. അപ്പൊ 4 × 2 8 ആയി. അപ്പൊ ഇവിടെ നമുക്ക് ഓക്സിജനും ബാലൻസ്ഡ് ആയി, ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. ഓക്കെ, ദെൻ ഇനി അടുത്തത് ആരാണ് ബാക്കിയുള്ളത്? ഇനി ബാക്കിയുള്ളത് Fe മാത്രമാണ് അല്ലെ? Fe നോക്കൂ, ഇവിടെ Fe നോക്കുമ്പോ LHS സൈഡിൽ 1 ഉം RHS സൈഡിൽ 3 ഉം ഉണ്ട്. അപ്പൊ നമുക്ക് വളരെ എളുപ്പം അത് ബാലൻസ് ചെയ്യാം. LHS 1 ഉം RHS 3 ഉം വരുമ്പോ ഇവിടെ നമ്മൾ ഒരു 3 കൊടുക്കുകയാണെങ്കിൽ ഇത് ബാലൻസ്ഡ് ആവും. നോക്കാം, 3Fe plus 4H2O gives Fe3O4 plus 4H2. ഇവിടെ നമ്മൾ Fe3 എഴുതിയപ്പോൾ ഇവിടെയും 3 ഇവിടെയും, അപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം കെമിക്കൽ റിയാക്ഷൻ മാസ് can neither be created nor be destroyed. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കണം. ഇവിടെ 3Fe ഉണ്ട്, ഇവിടെയും 3Fe ആയി. ഇവിടെ ഹൈഡ്രജൻ 4 × 2 8 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ 4 × 2 8 ഉണ്ട്. ഇവിടെ ഓക്സിജൻ 4 ഉണ്ട്, ഇവിടെയും ഓക്സിജൻ 4 ഉണ്ട്. So this is the balanced form of this equation. 3Fe plus 4H2O gives Fe3O4 plus 4H2. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലാകാനായിട്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ എഴുതാറുണ്ട്. അതായത് സോളിഡ്, ലിക്വിഡ്, ദെൻ ഗ്യാസ്, ദെൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് അക്വസ്. ഇവിടെ നമുക്ക് Fe വരുമ്പോ സോളിഡ് ആണ്, അതിന് S എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ H2O ഗ്യാസ് ആണ്, അതായത് സ്റ്റീം. ദെൻ അവിടെ അപ്പൊ നമുക്ക് G കൊടുക്കാം. Fe3O4 സോളിഡിന് S കൊടുക്കാം. 4H2 ഹൈഡ്രജന് ഗ്യാസ് ആണ്, അപ്പൊ G കൊടുക്കാം. ഇങ്ങനെ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വരുത്താം. ഓക്കെ, ദെൻ നമുക്കിനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. Next example, Na plus H2O gives NaOH plus H2. Na plus H2O gives NaOH plus H2. ഇതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് മുമ്പേ നമ്മൾ ചെയ്തതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സോഡിയം നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് നമ്പർ ഓഫ് ആറ്റംസ് 1, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡില് 1. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ ലെഫ്റ്റില് 2, ദെൻ റൈറ്റിലോ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പൊ ടോട്ടൽ 3. ദെൻ നെക്സ്റ്റ് വൺ ഓക്സിജൻ. ഓക്സിജൻ നോക്കാം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 1, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലോ 1. ഓക്കെ, ദെൻ ഹൗ ക്യാൻ വി ബാലൻസ് ദിസ് ഇക്വേഷൻ? മുമ്പേ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണെങ്കിൽ എങ്ങനെ ഈ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്യാം? വീണ്ടും നമുക്ക് ഇതിനെ ഒരു ബോക്സിലേക്ക് ആക്കാം. Na plus H2O gives NaOH plus H2. Okay. Then what we have to do? ആദ്യം നമ്മൾ ഏതാണ് എടുക്കാൻ പോകുന്നത്? ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത് ഏതാണ്? അതിപ്പോ ലെഫ്റ്റ് സൈഡും ആവാം, റൈറ്റ് സൈഡും ആവാം. ഏതാണുള്ളത് ഇവിടെ? ഇവിടെ ഇപ്പൊ നമുക്ക് ആദ്യം ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഈ ഹൈഡ്രജനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം Na പ്ലസ് ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ, ഇവിടെയോ 2 + 1 3 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇവിടെ നമുക്ക് 2H2O കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? ഇവിടെ NaOH പ്ലസ് H2 എന്ന് വരുമ്പോ ഇവിടെ 2 × 2 4 ആയി. ബട്ട് ഇവിടെയോ 2, ഇവിടെ 1 3 ആയിട്ടുള്ളൂ. So what we have to do? ഇവിടെ ഒരു 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ 2 ആയി, ഇവിടെയും 2 ആയി. സോ ടോട്ടൽ 4 ആയി. ഇവിടെ നമ്മളൊരു 2 ആഡ് ചെയ്യുമ്പോൾ NaOHന്റെ അവിടെ ഒരു 2 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2 ആയി, ഇവിടെയും 2 ആയി. 2 + 2 4 ആയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോ 2 × 2 4 ആയി. സോ ഹൈഡ്രജന്റെ കാര്യം ഓക്കെ. ബട്ട് നമ്മളിവിടെ ഹൈഡ്രജന് വേണ്ടിയിട്ട് ഇവിടെ 2 ആഡ് ചെയ്തപ്പോൾ എന്താ പ്രശ്നം വന്നേ? നോക്കൂ, ഇവിടെ Na2 ആയി. ബട്ട് ലെഫ്റ്റ് സൈഡിലോ Na 1 ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഇവിടെ 2 Na ഉണ്ടെങ്കിൽ ഇവിടെ 1 Na ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 2 കൊടുക്കണം. അപ്പൊ 2Na പ്ലസ് 2H2O gives എങ്ങനെ വരും? 2NaOH പ്ലസ് H2. ഇപ്പൊ നോക്കൂ, ഇവിടെ ലെഫ്റ്റ് സൈഡില് Na2 ആണ്, റൈറ്റ് സൈഡിലും 2 ആണ്. ദെൻ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 2 × 2 4 ആണ്. നമ്മള് ഇവിടെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ആഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ എന്നേക്കോ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 2. ഓക്കെ, അപ്പൊ പിന്നെ നമുക്കത് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? എങ്ങനെ ബാലൻസ് ചെയ്യാം? നമുക്ക് ഈ എന്നേക്ക് ഇവിടെയും 2 ആണല്ലോ. അപ്പൊ ആ 2 ഇവിടെ കൊടുക്കാം. Na 2Na പ്ലസ് 2H2O gives 2NaOH പ്ലസ് H2. ഇനി ഒന്ന് നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡില് Na2 ഉണ്ട്, റൈറ്റില് 2 ഉണ്ട്. ദെൻ ഹൈഡ്രജന്റെ കാര്യം എടുക്കാം. ഇവിടെ ലെഫ്റ്റില് 2 × 2 4 ഉണ്ട്, റൈറ്റില് ഇവിടെ ഒരു 2 ഉണ്ട്. ഇവിടെ ഹൈഡ്രജന്റെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2. സോ 2 + 2 4. ഓക്കെ, ദെൻ ഓക്സിജന്റെ കാര്യം എടുത്താലോ? ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്. നോക്കൂ, ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്, ഇവിടെ നോക്കൂ, ഇവിടെയും ഓക്സിജൻ. സോ ദ ബാലൻസിംഗ് ഇക്വേഷൻ ഈസ് 2Na plus 2H2O gives 2NaOH plus H2. ഈ ബാലൻസിംഗ് ഓഫ് ഇക്വേഷൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്